കഴിഞ്ഞ ദിവസം ദീപ്തി തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര ടഫായിട്ടുള്ള ഒരു ടൈമിലൂടെയാണ്. നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ഞാനത് പിന്നെ പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം എൻ്റെ വീട്ടുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അമ്മയൊക്കെ ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞൊരു കാര്യം, ഞാനിപ്പോൾ ഒരാശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള ടഫ് ടൈമിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷമാണ് ആരാധകരൊക്കെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നത്, വിഷമിച്ചിരിക്കുകയാണ്. അവർക്ക് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും ദീപ്തി ആ ഒരു പോസ്റ്റിന് പറയുന്നുണ്ട്, ഞങ്ങൾ നേരത്തെ എടുത്ത് വെച്ച വീഡിയോസ് തന്നെയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ടഫ് ടൈമിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ വേണം എന്നാണ് ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദീപ്തി എന്ന് പറയുമ്പോഴത്തേനും കുറേയധികം ആദിവാസി കുടുംബത്തെയൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ ജീവിതത്തിൽ കുറേയധികം ബുദ്ധിമുട്ടും ഒക്കെ കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യ കല്യാണം കഴിച്ചു ആ ഒരു വ്യക്തി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ദീപ്തിയുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ദീപ്തിക്ക് ഓർക്കാൻ പോലും ആഗ്രഹമില്ല എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത് കല്യാണം കഴിക്കുകയും ചെയ്തു. ആ ഒരു കല്യാണം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു സംഭവം, ഈ ഒരു പോസ്റ്റ് ദീപ്തി ഇട്ടത്. ഈ ഒരു ഇട്ടതിന് ശേഷം എല്ലാവരും ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലാണ്. കാരണം ദീപ്തിയെ സ്നേഹിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ ആദിവാസി കുടുംബത്തെയൊക്കെ ഇങ്ങനെ ഇതുപോലെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ആരാധകരുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു ദീപ്തി എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു ദീപ്തിക്ക് എന്താണ് പ്രശ്നമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് എല്ലാവർക്കും ആ ഒരു സമയത്ത് സപ്പോർട്ടായിട്ട് ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. സോ എല്ലാവരുടെയും പ്രാർത്ഥന അവരുടെ കൂടെ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് ആയിട്ട് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഇടുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങളെന്തെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഓരോ കാര്യങ്ങൾ അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. സോ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.